ഇന്നലെ മുതൽ മഴക്കെടുതി വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വീടുകൾ തകർന്ന, മരമൊടിഞ്ഞു വീണ, വെള്ളം കയറുന്നത് ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളാണ് വിവിധ ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ട് അഖില CP വിവരങ്ങളുമായി. അഖില ഇപ്പോൾ കോഴിക്കോട്ട് എവിടെയാണ്? അവിടുത്തെ തീരമേഖലയിലെയും മലയോരത്തെയും ഒക്കെ സാഹചര്യം എങ്ങനെയാണ്? രതീഷ്, ഞാനിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ്. ഇന്നലെ കളക്ടറുടെ ഉത്തരവ് കൃത്യമായി ഉണ്ടായിരുന്നു. അതായത് ജലാശയങ്ങളിലേക്കും ബീച്ചിലേക്കും പോകരുത് എന്നുള്ളൊരു കൃത്യമായ മുന്നറിയിപ്പ് കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഏറെക്കുറെ അനുസരിക്കുന്ന മട്ടാണ്. ജനങ്ങൾ ബോധവാന്മാരായ ഒരു സ്ഥിതിയാണ് കാണുന്നത്. സാധാരണ തിരക്കുകളേക്കാൾ കുറവാണ് ഇന്ന് ബീച്ചിലെന്ന് വേണമെങ്കിൽ പറയാം. അതുമായി ബന്ധപ്പെട്ട നദീതടങ്ങളിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കും എല്ലാം ഇറങ്ങുന്നതിൽ വലിയ വിലക്കുണ്ട്. ഈ മണ്ണെടുപ്പ് താൽക്കാലികമായി മണ്ണെടുക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖനനം, ഈ പറയുന്നത് പോലെ മണ്ണെടുക്കൽ, കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടെല്ലാം ഇന്നലെ ഒരു താൽക്കാലികമായ വിലക്ക് കളക്ടർ പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരോധനങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തുടരുകയാണ്. മാത്രമല്ല, കോഴിക്കോട് ഈ നഗരമെന്നോ ഈ മലയോര മേഖലയെന്നോ വ്യത്യാസമില്ലാതെ ശക്തമായ മഴ തുടരുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മലയോര മേഖലയിലാണ്. ഈ പറഞ്ഞതുപോലെ കാരശ്ശേരി, മുക്കം, താമരശ്ശേരി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ കൃഷിനാശമാണ് അതിൽ ഏറ്റവും വലുത്. വൈദ്യുതി ലൈൻ പൊട്ടി നിരവധി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, പലയിടത്തും മരങ്ങൾ വീണ് വീടുകളിലേക്കും ബസ് സ്റ്റോപ്പുകളിലേക്കും തുടർച്ചയായി മരങ്ങൾ വീണ് നാശനഷ്ടം ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജില്ലയിൽ നഗരമെന്നോ മലയോര പ്രദേശമെന്നോ വ്യത്യാസമില്ലാതെ നാശനഷ്ടങ്ങളും മഴയും തുടരുകയാണ്. അതിനായി ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളത് കൊണ്ട് തന്നെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ചുരം മാർഗമുള്ള റോഡിലൂടെയെല്ലാം ഗതാഗതവും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിരോധനം ഇപ്പോഴും തുടരുകയാണ്. വലിയ ആശങ്കയിലാണ് കോഴിക്കോട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലയോര മേഖലയെന്നോ നഗരമേഖലയെന്നോ വ്യത്യാസമില്ലാതെ ഇപ്പോഴും മഴ തുടരുകയാണ്.